ونستغفرك من سوق الشهوات إلى سوق الشبهات. വനസ്തഗ്ഫിറുക നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു മിൻ സൗഖി ഷഹവാതി മിൻ സൗഖി ഷഹവാതി ഇലാ സൂഖി ശുബ്ഹാതി. ഷഹ്വത്തുകൾ നമ്മളെ തടീച്ച നമ്മളെ എവിടേക്ക് നയിക്കും? ശുബ്ഹകളാവുന്ന ചന്തയിലേക്ക് നയിക്കും അല്ലേ? ശുബ്ഹകളുടെ ചന്തയിലേക്ക് ആര് നയിക്കും? തടീച്ച നയിക്കും. അതായത് നമ്മുടെ മനസ്സിലുള്ളതായിരിക്കുന്ന തടീച്ച, അതായത് നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു തആല തിന്മയിലേക്ക് നയിക്കുന്നതായിരിക്കുന്ന ഒരു ദുശക്തിയാക്കിയിട്ടുണ്ട്. അതിനാണ് ഇത് പറഞ്ഞത് ഈ തടീച്ചാണ്. അത് ഹറാമിലേക്കും നയിക്കും, ശുബ്ഹകളിലേക്കും നടക്കും. ശുബ്ഹാത്തിന് ഹറാമോ ഹലാലോ തിരിയാത്ത കാര്യം അല്ലേ? അൽ ഹലാൽ വയ്യിനുള്ളൂ, അൽ ഹറാമു വയ്യിനുള്ളൂ, മുസ്തബിഹാത്ത് എന്ന് പറഞ്ഞാൽ ആ മുസ്തബിഹാത്താണ് ശുബ്ഹാത്ത്. ആ ശുബ്ഹാത്തിൻ്റെ ചന്തയിലേക്ക് പലപ്പോഴും ഞങ്ങളെ ഷഹ്വത്ത് ഞങ്ങളെ നയിച്ചിട്ടുണ്ട്, തടീച്ച ഞങ്ങളെ നയിച്ചിട്ടുണ്ട്. ആ തടീച്ച കൊണ്ട് മുതലുണ്ടാക്കണം എന്നുള്ള പൂതി, നല്ലൊരു വീടുണ്ടാക്കണം എന്നുള്ള പൂതി, നല്ലൊരു ഒരു കാറ് വാങ്ങണം എന്നുള്ള പൂതി, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുക? പലപ്പോഴും ഹറാമോ ഹലാലും നോക്കാതെ ഹലാലോ ഹറാമോ എന്ന് അറിയാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പിന്നെ നസ്തഗ്ഫിറുക മിൻ സൗഖി ഷഹവാതി. ഷഹവാത്ത്, സൗഖു ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ഇളാഫത്ത്, മസ്തറിന്റെ ബായിലേക്കുള്ള ഇളാഫത്ത്. ഷഹവാത്ത് ഞങ്ങളെ നയിച്ചു, ഏതിലേക്ക് നയിച്ചു? ഇലാ സൂഖി ശുബ്ഹാത്തി, ശുബ്ഹാത്തിന്റെ സൂഖിലേക്ക്. സൂഖ് പറഞ്ഞാൽ എന്താ? ചന്ത. ചന്തക്ക് എന്താ സൂഖ് അറിയാൻ കാരണം? ചന്തക്ക് സൂഖ് അറിയാൻ കാരണം എന്താ? ചരക്കുകളതിലേക്ക് നയിച്ചുകൊണ്ടോ ഇല്ലേ? ഇരിക്കാൻ കസാല ഉണ്ടാവില്ല, കട്ടിലുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? കണക്കാരും ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നോക്കിന് സാക്കെന്നുള്ളതാണ്, അല്ലെങ്കിൽ സൗക്ക് എന്നുള്ളതാണ് അല്ലേ? അപ്പം ഇലാ സൂഖി ശുബ്ഹാത്ത് കമാ നസ്തഗ്ഫിറുക മിൻ അഖ്ലിൽ ഖതവാതി ഇലാ ഖിതത്തിൽ ഖതീആത്ത് കമാ നസ്തഗ്ഫിറുക. നിന്നോട് ഞങ്ങൾ കാവൽ പുറക്കെല്ലാം തേടുന്നത് പോലെ എന്തിൽ നിന്ന്? മിൻ അഖ്ലിൽ ഖതവാതി, കാലടികൾ നീക്കിയതിൽ നിന്ന്. ഏതിലേക്ക് നീക്കി കാലടികൾ? ഇലാ ഖിതത്തിൽ ഖതീആത്ത്, ദോഷങ്ങളാവുന്ന ഗ്രൗണ്ടുകളിലേക്ക് കേട്ടോ. ദോഷങ്ങളുടെ ഗ്രൗണ്ടുകളിലേക്ക് ഞങ്ങൾ കാൽപാദങ്ങൾ നീക്കം ചെയ്യും, അഥവാ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി അല്ലേ? ഖതവാത്ത് പറഞ്ഞതിൻ്റെ ഖത്വത്തിൻ്റെ അല്ലേ? ഖത്വത്തിൻ്റെ ജമ്മ് ഖതവാത്ത്. സജിദത്തിൻ്റെ സജിദാത്ത് എന്നോ സജദാത്ത് എന്നോ അതോ രണ്ടും പറ്റുമോ? റക്അത്ത് അതിൻ്റെ ജമ്മ് റക്അത്ത് എന്നോ അതോ റക്അത്ത് എന്നോ അതോ റക്അത്ത് എന്നോ അതോ ഏത് രൂപത്തിലാണ് വരിക? നിർബന്ധ റക്അത്തിന് റക്അത്ത് എന്ന് നിർബന്ധ. സജിദത്തിന് സജദാത്തിന് ജമ്മ് അത് സജദാത്ത് എന്നോ സജിദാത്ത് എന്നോ വരിക? സജദാത്ത് അല്ലേ? അദ്വൈലെങ്ങനെ പറഞ്ഞത്? വസാലിമൽ ഐനി സുലാസി ഇസ്മൻ അനിൽ ഇത്ബാഇനിൻ ഫാഅഹു ബിമാ ശുക്കി സാകിനൽ ഐനി മുഅന്നസൻ ബദ മുഖ്തതമൻ ബിത്തായി ഔ മുജറദ അല്ലേ? സാലിമൽ ഐനി, ഐനുൽ കലിമത്ത് സാലിമാകുക, മുഅ്തല്ലും അല്ല, പിന്നെ മുദ്ഗമും അല്ല, പിന്നെ തുലാസിയാണ്, ഇസ്മുമാണ്, വസ്ഫല്ല, മുഅന്നസുമാണ്. താവുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി. അപ്പോൾ അതൊക്കെ ഒത്തതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞത് ഈ ഖത്വ എന്ന് പറഞ്ഞത്. ഖത്വ പറഞ്ഞത് അത് പിന്നെ തുലാസിയാണ്. ഖത്വ് തുലാസിയാണല്ലോ. പിന്നെ അത് ഇസ്മാണ്, വസ്ഫല്ല. അങ്ങനത്തെ ചില വസ്ഫുണ്ടാവും. ലഹ്മ
അത് പിന്നെ വസ്ഫാണല്ലോ. അങ്ങനെയല്ല, അത് ഇസ്മാണ്, തുലാസിയാണ്, ഇസ്മാണ്. പിന്നെ അതിൻ്റെ ഐന് സാലിമാണ്, ഐന് സാക്കിനുമാണ്. അപ്പോൾ അങ്ങനത്തെ ജമ്മാക്കുമ്പോൾ ഐനിനെ അതിനോട് തുടർത്തുക, ഫാദിനോട് തുടർത്തുക. അപ്പോൾ പിന്നെ ഐനിനും ഫതഹ് ചെയ്യാം. അപ്പോൾ ഖത്വ എന്ന് പറഞ്ഞാൽ ഖതവാത്, സജദ സജദാത് അല്ലേ. ദഅദ് പറഞ്ഞ പെണ്ണിനെ നമ്മൾ ജമ്മാക്കുമ്പോൾ ദഅദാത് അല്ലേ. പക്ഷേ ഫാദിന് എന്താണെങ്കിൽ ഫതഹല്ല, കസ്റോ ദമ്മോ ഒക്കെ ആണെങ്കിൽ 3 കോലം പറ്റും അല്ലേ. അപ്പോൾ ഖുത്വ എന്ന് പറഞ്ഞാൽ ജമ്മാക്കുമ്പോൾ ഖുതവാത് എന്നും പറ്റും, ഖുത്വാത് എന്നും പറ്റും, ഖുതുവാത് എന്നും പറ്റും. അത് അൽഫിയയിൽ ബാക്കി പറഞ്ഞു. വസക്കിനി താലിയ ഗൈറൽ ഫതഹി ഔ ഖഫിഫുഹു ബിൽ ഫതഹി ഫകുല്ലൻ ഖദ് റവഉ. ഫതഹല്ലാത്തതിന് ശേഷം വന്നത്, കസ്റിന് ശേഷം വന്നതും ദമ്മിന് ശേഷം വന്നതും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സുക്കൂനും പറ്റും, ഇത്ബാഉം പറ്റും, ഫതഹും പറ്റും. സക്കിനി താലിയ ഗൈറൽ ഫതഹി ഔ ഖഫിഫുഹു ബിൽ ഫതഹി ഫകുല്ലൻ ഖദ് റവഉ. അപ്പോൾ ഖുത്വത്തിന്റെ ജംഇൽ എങ്ങനെയൊക്കെ പറ്റും? ഖുതുവാത് എന്നും പറ്റും, ഖുതവാത് എന്നും പറ്റും, ഖുത്വാത് സുക്കൂൻ കൊണ്ടും പറ്റും. അതുപോലെ തന്നെ ഖിത്വത്തിന്റെ ജംഇലും അങ്ങനെയൊക്കെ പറ്റും. ഖിത്വാത് എന്ന് പറ്റും, ഖിതീവാത് എന്ന് പറ്റും, ഖിതാവാത് എന്നും പറ്റും. ജുംല് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ പേരാണ്. ആ പെണ്ണിനെ അതിനെ നമ്മളെ അമ്മാക്കുമ്പോൾ നമുക്ക് എന്ത് പറയും? ജുമുലാത്ത് എന്നും പറ്റും, ജുമലാത്ത് എന്നും പറ്റും, ജുംലാത്ത് എന്നും പറ്റും. അതേസമയം ദഅദില് ദഅദാത്ത് എന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഫർക്ക്? ഖത്വത്തും ഖുത്വത്തും ഖിത്വത്തും തമ്മിലുള്ള ഫർക്ക് എന്താ? ഖത്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചവിട്ടടി വയ്ക്കൽ, മറത്തിൻ്റെ ഇസ്മാണ് അല്ലേ. ഒരാളിപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്, അവിടുന്ന് എന്ത് ചെയ്തു പോകാനവൻ്റെ പിന്നെ ഒരു കാല് അങ്ങോട്ട് മുന്നിക്കോ പിന്നിക്കോ വലത്തോട്ടോ അടുത്തോട്ടോ വെച്ചാൽ അതിനെന്ത് പറയും? ഖത്വത്ത്, ഒരു മറത്ത്. ഖുത്വത്ത് എന്ന് പറഞ്ഞാൽ 2 കാലിൻ്റെ അടിയിലുള്ള അകലത്തിനെ കൊണ്ടാണ് ഖുത്വത്ത് അല്ലേ. ഖിത്വത്ത് എന്ന് പറഞ്ഞാൽ ചവിട്ടടി വെക്കുന്നതിൻ്റെ ഹൈഅത്തിനെ കൊണ്ടാണ് പറയാം അല്ലേ. ഖബളത്ത്, ഖുബളത്ത്, ഖിബളത്ത് അല്ലേ. അപ്പോൾ ഇവിടെ കുറേ ചരക്കല്ലുണ്ട്. ആ ചരക്കല്ല് എന്ത് ചെയ്തു? ഞാൻ ഒരൊറ്റ കൊടുത്താണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും ഖബൗതുൽ ഹസാ ഖബ്ളതൻ വഹാദിഹി ഖുബ്ള, ഹാദിഹി ഖുബ്ളത്തുൻ മിനൽ ഹസാ. വകാനത്ത് ഖബ്ളതി ഖിബ്ളതൻ ജയ്യിദ. മശാ മാഷിയത്തൻ മിഷിയത്തുൽ ഖുയല, ഇബ്റിൻ്റെ നടത്തം മിഷിയത്ത്. ഇതാ ദബഅ്തും ഫഅഹ്സിനു അദ്ദിബ്ഹ വഇദാ ഖൽതതും ഫഅഹ്സിനു അൽ ഖിദ്റ. അപ്പോൾ ഫുഇല എന്ന് പറഞ്ഞത്, ഫഅല എന്ന് പറഞ്ഞത് മറത്തിൻ്റെ ഇസ്മ്, ഒരു പ്രവൃത്തി എന്നാണ്. ഫുഇല എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ്. മദ്ഗതൻ ഒരു ചവക്കൽ, ഒരു ചവക്കലിന് മതിയാവുന്ന ഇറച്ചിക്കും തറയും മുദ്ഗത്ത് കറി. ലഖമ വിഴുങ്ങി, ലഖമത്തൻ ഒരു വിഴുങ്ങൽ, ലുഖമത്ത് പറഞ്ഞാൽ ഒരു ഉരുള, ഒരിക്കൽ വിഴുങ്ങാൻ പറ്റിയത്. അപ്പോൾ ഖിത്വത്ത് എന്ന് പറയുന്നതിൻ്റെ ജമ്മ ഖിത്വത്ത് പറഞ്ഞതിൻ്റെ അമ്മ ഖിത്തൻ്റെ അമ്മ അല്ലേ. ഖിത്വ കാരണം ഫിഅലത്തിന് എങ്ങനെയാക്കും? ഫിഅല് അല്ലേ. ഒരു ഫിഅലാത്തിൻ ഫിഅൽ ഫഖദ് യജീബു ജംഉഹു അലാ ഫുഅൽ അല്ലേ. ലഹിയത്ത് ലിഹാനും പറയാം, ലുഹാനും പറയാം അല്ലേ. ഖിർബത്ത്, ഖിർബത്തിൻ്റെ അമ്മ എങ്ങനെ? ഖിറബ് അല്ലേ. ഖുർബത്തിൻ്റെ അമ്മ എങ്ങനെ? ഖുറബ്. ഖുർബത്തിൻ്റെ അമ്മ എങ്ങനെ? ഖുറബ്. ഫിഅലത്തിന് ഫുഅൽ, ഫിഅലത്തിന് ഫിഅൽ. അപ്പോൾ ഖിത്വത്ത് പറഞ്ഞാൽ ഖിത്വത്തിൻ്റെ ജമ്മാണ്. ഖിത്വത്ത് എന്ന് പറഞ്ഞാൽ ഏത്? മാ ഖത്ത അലൈഹി റജുലു മിനൽ അർദി. ഭൂമി, ഒരു ഭൂമിയിൽ നിന്ന് ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു? ഒരു
ഏരിയക്ക് ഇങ്ങനെ ഒരു അടയാളം വെച്ചാൽ ആ ഏരിയനെ കൊണ്ട് എന്താ പറയുക ഹിപ്പ എന്ന് പറയും. അങ്ങനെ അടയാളം വെക്കണതിന് വേണ്ടിയേക്കാരോ അങ്ങനെ ഒരു വീട്ടാക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മൈതാനാക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു റോഡ് ഉണ്ടാക്കാനായിരിക്കും അല്ലേ. റോഡ് പണ്ടൊക്കെ റോഡിന് ചെത്തഴി എന്നാകാം അല്ലെ, ചെത്തിണ്ടാക്കിയ വഴി, ചെത്തുവഴി. അപ്പൊ ഹിത്ത, ഹിത്തത്ത്, ഹത്ത, ഹുത്തത്ത് എന്നും പറയും. ഹുത്തത്ത്, ഹുത്ത എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. പ്ലാനിങ്ങിന് എന്ത് പറയും? ഹുത്ത. പിന്നെ ഖതീആത്ത് വനസ്തൗഹിബു മിൻക തൗഫീഖൻ ഖായിദൻ ലിൽറുശ്ദി وقلبا متقلبا مع الحق ولسانا متهليا بالصدق ونطقا مؤيدا بالحجة وإصابة زائدة عن الزيغ وعزيمة قاهرة هوى النفس. പിന്നെ വനസ്തൗഹിബു മിൻക, നിന്നിൽ നിന്ന് ഞങ്ങൾ സൗജന്യമായി തേടുന്നു. ഉണ്ടോ? നസ്തൗഹിബു ഹിബത്ത് എന്നുള്ളതാണ്, ഹിബത്തായിട്ട് തേടുന്നു. വഹബ യഹിബു, വഹബ യഹിബൂന്നോ യഹബൂന്നോ? യഹബൂൻ അല്ലേ. വദഅ യദഉ, വഖഅ യഖഉ, വദഅ യദഉ എന്നൊക്കെ പറഞ്ഞാൽ വഹബ യഹബു ഹിബതൻ. വനസ്തൗഹിബു മിൻക തൗഫീഖൻ ഖായിദൻ ലിൽറുശ്ദി, റുശ്ദിലേക്ക് അഥവാ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതായിരിക്കുന്ന തൗഫീഖനെ നിന്നോട് ഞങ്ങൾ ഹിബത്തായിട്ട് ചോദിക്കുന്നു. ഉണ്ടോ? സൗജന്യമായിട്ട് ചോദിക്കുന്നു. ഒന്നിൻ്റെ പകരത്തിലല്ല, ഒരർഹത കൊണ്ടുമല്ല, സൗജന്യമായിട്ട് ഉണ്ടാക്കുന്നുള്ള ഫ്രീ ആയിട്ട്. നസ്തൗഹിബു മിൻക, പിന്നെ തൗഫീഖൻ ഖായിദൻ ലിൽറുശ്ദി. ഖായിദ് അതിൻ്റെ പേരെങ്ങനെ? ഖാദയഖൂദു ഖൗദൻ വഖിയാദതൻ ഫഹുവ ഖായിദുൻ അല്ലേ. ഖിയാദത്തിൻ്റെ അസൽ എങ്ങനെ? ഖിയാദത്തിൻ്റെ അസൽ ഖിവാദത്ത് അല്ലേ. പിന്നെ എങ്ങനെ വാവിനെ എന്തിനെ യാ ആക്കി മറിച്ച്? ദായിദായ അലിഫിൻ്റെയും കസറത്തിൻ്റെ ഇടയിൽ വാവിനെ ആവുന്ന വാവിനെ എന്താക്കി മറിച്ചു? യാ ആയിട്ട് മറിച്ചു അല്ലേ. ഖാമയ ഖൗമു ഖിയാം, ഖിയാം അസ്ലി ഖിവാം, ഖാമയ സൂമു സിയാം അല്ലേ. ദാറ്, ദാറ് പറഞ്ഞതിൻ്റെ ബഹുവചനം എങ്ങനെ? ദിയാറ് അല്ലേ. അതിൻ്റെ അസൽ എങ്ങനെ? ദിവാറ് എന്നാണ്. കാരണം ദാറിൻ്റെ അസൽ ദവർ എന്നാണ്. കാരണം ദാറ യദൂറു എന്നുള്ളതാണ്. ദാറ പറഞ്ഞാൽ ചുറ്റി, യദൂറു ചുറ്റും അല്ലെ. വീട് അതിൻ്റെ അധികാരം വേണ്ടി ചുറ്റണതല്ലേ. അപ്പം അതുകൊണ്ട് വീടിനെ പറ്റി എന്താ പറയും? ദാറ്. അപ്പം ദാറിൻ്റെ അസൽ ദവർ, ദവറിൻ്റെ ജമ്മ് ദിവാറ് എന്നാണ് വേണ്ടിയത്. പക്ഷെ പറയാനെങ്ങനെ? ദിയാറ് എന്ന് പറയാൻ. അതേ പൊതു ഖൗദൻ എന്നും പറയും, ഖിയാദത്ത് എന്നും പറയും. എന്താണ്? നയിച്ചൂൻ അല്ലേ, നയിച്ചൂൻ. അപ്പോൾ അതിൻ്റെ മുഖാവ്യ എങ്ങനെയാണ്? ഇൻഖാദ അല്ലേ. ഇൻഖാദ എന്ന് പറഞ്ഞാൽ എന്താ? വഴിപ്പെട്ടു. അതായത് ഭരിക്കുന്നവന് വഴിപ്പെട്ടു. ഒരാടിനൊക്കെ നമ്മൾ കയറി പിടിച്ചാൽ മുന്നിൽ ഇങ്ങനെ വലിക്കണേനെ കാതാർ അല്ലേ. അപ്പം ആടിങ്ങനെ വലിഞ്ഞാൽ എന്ത് പറയും? എങ്കാതാർ അല്ലേ. എങ്കാത എങ്കാതും ഖിയാദൻ വനസ്തൗഹിബു മിൻക തൗഫീഖൻ ഖായിദൻ ലിൽറുശ്ദി. റുശ്ദിൻ്റെ പേരെങ്ങനെ? റശദ യർശുദു റുശ്ദൻ അല്ലേ. അതിൻ്റെ അല്ലേ. റുശ്ദിൻ്റെ എതിരെന്താ? വയ്യ് അല്ലേ. വയ്യ് ഖവായഗ്വി വയ്യൻ ഖവിയ ഖവിയ ഖവായഗ്വി ഖവായഗ്വി വയ്യൻ വഗിവായതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റഷദ എന്ന് പറഞ്ഞാൽ സന്മാർഗായി. പിന്നെ അപ്പോൾ റുഷ്ദ്
അതിൻ്റെ എതിര് വയ്യ് അല്ലെങ്കിൽ റിവായത്ത്. അതിൻ്റെ പേരെങ്ങനെ? വയ്യിൻ്റെ പേരെങ്ങനെ? ഗവായ റവി അല്ലെ? ഖുർആൻ എങ്ങനെ പറഞ്ഞാൽ മാ വല്ല സാഹിബുക്കും ഗവായ റവി റിവായതൻ വയ്യൻ എന്നും പറയും. വഖൽബൻ മുതഖല്ലിബൻ മഅൽ ഹഖി വഖൽബൻ ഖൽബിനെയും ഞങ്ങൾ എന്നോട് ഹിബത്തായി യോജിക്കുന്നു. മുതഖല്ലിബൻ മഅൽ ഹഖി ഹഖിന്റെ കൂടെ തിരിഞ്ഞു മറിയുന്ന. ഖൽബൻ മുതഖല്ലിബൻ മഅൽ ഹഖി ഖൽബൻ മുതഖല്ലിബൻ മഅൽ ഹഖി. മുതഖല്ലിബൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പറയുന്ന, മഅൽ ഹഖി ഹഖിന്റെ കൂടെ തിരിഞ്ഞു പറയുന്ന. ഹഖിലേക്ക് തിരിഞ്ഞു പറയുന്ന എന്ന് പറഞ്ഞതും ഹഖിന്റെ കൂടെ തിരിഞ്ഞു പറയുന്ന എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹഖിലേക്ക് തിരിഞ്ഞു പറയാന്ന് പറഞ്ഞാൽ ഇപ്പം ഹഖിലല്ല, ബാത്തിലാണ് ഇപ്പം ഞങ്ങൾ കൽബുള്ളത്. ഇനി അത് ചെയ്യണം, ഹഖിലേക്ക് മറിക്കണം. അങ്ങനെയല്ല, ഞങ്ങളെ കൽബ് എങ്ങനെ തിരിഞ്ഞു പറഞ്ഞാലും പൂച്ചനെ കുടിച്ചിട്ടമാതിരി അത് ഹക്കിലേ ആകാൻ പാടുള്ളൂ. എങ്ങനെ കൽബ് കുൽബായാലും എങ്ങനെ മുതഖല്ലിബായാലും അത് ഹക്കിൻ്റെ മേലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തിരിഞ്ഞു പറയുന്നത്. അങ്ങനത്തെ ഖൽബൻ മുതഖല്ലിബൻ അലൽ ഹഖി ഉണ്ടോ? അലൽ ഹഖി ഇലൽ ഹഖി. അലൽ ഹഖി എന്ന് പറഞ്ഞാൽ അത് ജാർ മജ്റൂർ ഹാല. മുതഖല്ലിബൻ മുതഖല്ലിബായ കൽബ് ഏത് നിലയ്ക്ക് മുതഖല്ലിബായ? മഅൽ ഹഖി ഹഖിനോട് സാവസിച്ചതായ നിലയ്ക്ക് മുതഖല്ലിബായ. ട്ടോ, നേരെ മറിച്ച് മുതഖല്ലിബൻ ഇലൽ ഹഖി പറഞ്ഞാൽ തഅദിയത്തിൻ്റെ ഇലെ. അപ്പോൾ ഹക്കിലേക്ക് തിരിഞ്ഞു പറയുന്നത് അതല്ല. ഞങ്ങളുടെ കൽബ് എങ്ങനെ തിരിഞ്ഞു പറഞ്ഞാലും ആ കൽബ് സന്തോഷത്തിലേക്കായാലും സന്താപത്തിലേക്കായാലും ഞമ്മത്തിലായാലും ഇതൊക്കെയായാലും ഞമ്മത്തിലേക്കായാലും എന്തിലേക്കായാലും എങ്ങനെയായാലും അത് എങ്ങനെ തിരിഞ്ഞു പറയാൻ പാടുള്ളൂ? ഹക്കിൻ്റെ മേലിലായിട്ട് തിരിച്ചു പറയാൻ പാടുള്ളൂ. وقلبا متقلبا مع الحق ولسانا متحليا بالصدق. ലിസാനൻ നാവിനെയും മുതഹല്ലിയൻ എന്ന് പറഞ്ഞാൽ മുതസയ്യിനൻ ഉണ്ടോ? മുതഹല്ലിയൻ എന്ന് പറഞ്ഞാൽ മുതസയ്യിനൻ എന്നുള്ളതാണ്. ഹലി എന്നുള്ളതാണ്. ഹലി എന്ന് പറഞ്ഞാൽ എന്താ? ഹലിയും ഹലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉറക്കെ പറഞ്ഞു. ഹലി മസ്തറൊന്നുമല്ല. അതിലെല്ലാം മസ്തറാവും. ഷെഹീർ മസ്തറാണ്. ഹലി എന്ന് പറഞ്ഞാൽ ഒരാഭരണം. ഹുലി പറഞ്ഞ ആഭരണങ്ങൾ അല്ലേ? ആഭരണങ്ങൾക്ക് ഹുലി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിക്കാഹ് വിതരി കൊടുക്കുമ്പോൾ ബിഹാദൽ ഹുലി എന്ന് പറയുന്നത് ഒരുപാട് ആഭരണം ഉണ്ടാവില്ല, ഒറ്റ ആഭരണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബിഹാദൽ ഹലി എന്നേ പറയുമോ? ബിഹാദൽ ഹുലി എന്നല്ല, ബിഹാദൽ ഹലി അല്ലേ? ഹുലി പറഞ്ഞാൽ എന്താണ്? ആഭരണങ്ങൾ. ഏതോതിനാ ഹുലി? ഏതാവതിന് നമുക്കറിയാലോ. ഇത് ജമ്മു തഫ്സീറിന് കുറേ ഒതിന് നമുക്കറിയാം. വ്യാഴി നമുക്കറിയാം, ബുഴൂരി നമുക്കറിയാം, ബുഴി നമുക്കറിയാം, ബുഴൂരി നമുക്കറിയാം, ഫിലാനി നമുക്കറിയാം, ഫുലാനി നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏത് ഒതിനാണ് ഹുലി എന്ന് പറഞ്ഞത്? എന്തോതിന് ഉറക്കം പറയാം. അല്ല, ഹുഴൂര് വതിനാണ്. ഹുലിയും ഹുഴൂരൊന്നിനാണ്. അതിൻ്റെ അസല് ഹുലൂയ് എന്നാണ്. ഹുലിയിൻ്റെ അസല് ഹുലൂയുൻ. എന്നാലും പിന്നെ എങ്ങനെ ഹുലിയ ആയത്? ഒരു കലിമത്തിൽ വാവും യാ ഒരുമിച്ച് കൂടി രണ്ടിനും മുന്തിയ സാക്കിനാവുകയും ചെയ്തപ്പോൾ വാവിനർച്ചയാണ് ചെയ്ത് യാ ആക്കി.
യാനയായി നാം ചെയ്തപ്പോൾ എന്തായി എന്നായി അല്ലേ, ഹുലുയ്യ്. പിന്നെ യാതിനോട് മുനാസബത്ത് കസറത്തായതുകൊണ്ട് വമ്മത്തിനെ വർച്ചയാണ് കസറത്താക്കിയത്, ലാമിൻ്റെ വമ്മത്തിനെ വർച്ചയാണ് കസറത്താക്കിയത്. അപ്പം എന്തായി ഹുലിയ്യ് എന്നായി അല്ലേ. അസാ എന്ന് പറഞ്ഞതിൽ നമ്മൾ എങ്ങനെ, അസാ എന്ന് പറഞ്ഞാൽ വടി അല്ലേ, അതിൻ്റെ ജമ്മ എങ്ങനെ അല്ലേ, അല്ലെങ്കിൽ അസയ്യ്. അതും ഇതേമാതിരി തന്നെ അതിൻ്റെ അസല എങ്ങനെയാണ് പൊഴൂര് എന്നാണ്, അത് പൊഴൂര് ഒന്നിനാണ്. അപ്പോൾ അസയ്യ് എന്ന് പറഞ്ഞതിൻ്റെ അസല എങ്ങനെയാണ് എന്നോ എന്താ ദലീല്? എന്താണ് ഉസൂവൻ എന്നാണ്, ഉസൂയൻ എന്നല്ലാന്നുള്ള എന്താ തെളിവ്? അതിൻ്റെ തസ്നിയ എങ്ങനെയാണ്? അസവാനി എന്നാണ് അല്ലേ, അസവാനി എന്നാണ്, അസയാനി എന്നല്ല. ഫത്തൻ്റെ ഫത്തയാനി എന്നാണ്, അസൻ്റെ അസവാനി എന്നാണ്. അപ്പോൾ ഉസൂയൻ എന്ന് പറഞ്ഞതിൻ്റെ അസല് ഉസീയ എന്ന് പറഞ്ഞാൽ ഉസൂവൻ അല്ലേ. പിന്നെ എന്തിനെ വാവിനെ ആക്കി മറിച്ച എന്തിനെ? അവസാനത്തെ വാവ് മുത്തറിഫത്തായ നിലക്ക് നാലാമതായി സംഭവിച്ചപ്പോൾ അതിനെന്താക്കി മറിച്ച് വാവിനെ യാ ആക്കി മറിച്ച് അല്ലേ, അങ്ങനെയാണല്ലോ. നാലാമത്തതോ അതിന് കൂടുതലോ ആയിട്ട് ഹർഫിൽ ബാക്കിയായ വാവിനെ എന്ത് ചെയ്യും? യാ ആക്കി മറിച്ചു. ഇസ്തഖ്സാറിന്റെ അസ്ലി ഇസ്തഖ്സവ അല്ലേ, ഇസ്തഖ്സാറിന്റെ അസ്ലി ഇസ്തഖ്സവ. ഇതിന്റെ വാവിനെ ആക്കി മറിച്ച് ഇസ്തഖ്സയ. പിന്നെ യാവിനെ അരിപ്പാക്കി മറിച്ചത് എന്താ തെളിവ്? ഇസ്തഖ്സയ ഇസ്തഖ്സ എന്ന് പറഞ്ഞതിനെ നമ്മൾ സർഫാക്കുമ്പോൾ ഇസ്തഖ്സയ എന്നാ പറഞ്ഞത്, ഇസ്തഖ്സവ എന്നല്ല. അപ്പോൾ എന്ത് ചെയ്തു? വാവിനെ മറിച്ചാണ് യാ ആക്കി. അപ്പോൾ എന്താക്കി? എന്നുള്ളത് ഉസൂയൻ എന്തായി. പിന്നെ വാവ് യാവ് ഒരുമിച്ച് കൂടി വാവിനെ മറിച്ചാണ് യാ ആക്കി ഇതാമ് ചെയ്തു. അപ്പോൾ പിന്നെ കസറത്തിനെ കമ്മത്തിനെ കസറത്താക്കി മറിച്ച് അപ്പോൾ ഉസയ്യുൻ എന്നായി. പിന്നെ ഐനിനോട് ഫായിനും കൂടി തുടർത്തിക്കാണ്ട് ഐസയ്യുൻ എന്ന് പറയും. അപ്പോൾ ഐസയ്യൻ്റെ ഒന്നിന് പേരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഓരോന്നിൻ്റെ മേലെഴുതമാണ് അല്ലേ. അപ്പോൾ അതിനുള്ളതാണ് ഇപ്പം ഹല്ലിയ എന്ന ആഭരണം. അപ്പോൾ ഹല്ല എന്ന് പറഞ്ഞാൽ അത് ആഭരണം ധരിച്ചു അല്ലേ. ഹല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭരണം ധരിപ്പിച്ചു. ഹല്ലായു ഹല്ലി തഹലിയത്ത് എന്ന് പറഞ്ഞാൽ ധരിപ്പിച്ചു അല്ലേ, ആഭരണം ധരിപ്പിച്ചു അല്ലേ. പണ്ടൊരു ചങ്ങായി ഒരു യാചകൻ ചെയ്തു, അവൻ്റെ പേര് അഹമ്മദ് എന്നാണ്. വീട്ടിൽ ചെന്ന് കാണ്ട് വീട്ടിന് മുട്ടിയപ്പം ഇറക്കാരത്തി അറിഞ്ഞ് യുസരീഫ് എന്നാണ് ബൈക്കോ മടങ്ങി ബൈക്കോ. അപ്പോൾ അവൻ പറഞ്ഞ് അഹമ്മദ് രായ യുസരീഫ്, അഹമ്മദ് സർഫാവൂല ഇല്ലായതാവും നീ പാവില്ലി. ഒന്നുകിൽ വിയാപത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഹൽവ കൊടുക്കണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ അഹമ്മദ് പിന്തിരിഞ്ഞ് പോകുള്ളൂ. അഹമ്മദ് രായ മുസരിഫ്, അഹമ്മദ് മുസരിഫാണെങ്കിൽ വേണം ഒന്നുകരായി അലുഫ്രാം കിടക്കണം അല്ലെങ്കിൽ ലാഭത്ത് ചെയ്യണം. വേറൊരർത്ഥം ഒന്നുകിൽ ഹൽവ കൊടുക്കണം മുട്ടായി, അല്ലെങ്കിൽ വിയാപത്ത് കൊടുക്കണം. അപ്പോൾ പെണ്ണ് പറഞ്ഞ് ഇതന്നെ തഹരിയത്ത് ഹൽ, ഹൽവ കൊടുക്കലാണ് എളുപ്പം. ഹൽവ കൊടുത്തു, മുട്ടായി കൊടുത്തു, അപ്പം പോയി. പിന്നെ അപ്പം എന്താ മുത്തഹല്ലിയം ബിസ്സിദ്ഖി, വലിസാനം മുത്തഹല്ലിയം ബിസ്സിദ്ഖി, വനുത്ഖൻ മുഅയ്യദൻ ബിൽ ഹുജ്ജ, വനുത്ഖൻ സംസാരവും മുഅയ്യദൻ ബിൽ ഹുജ്ജത്തി, ഹുജ്ജത്ത് കൊണ്ട് തെയ്യീലാക്കപ്പെട്ട ഹുജ്ജത്ത് ഉണ്ടോ, തെളിവ്. എന്ത് പറഞ്ഞാലും തെളിവ്, പറയുന്നതിനൊക്കെ തെളിവ്. അപ്പോൾ തെളിവ് കൊണ്ട് ശക്തിയാക്കപ്പെട്ടതായിരിക്കുന്ന സംസാരം, നൃത്തത്തിൽ പറഞ്ഞ സംസാരം അയ്യതൻ ശക്തിയാക്കപ്പെട്ടത് അല്ലേ. അയ്യത പറഞ്ഞാൽ ശക്തിയാക. അതിൻ്റെ മുജറദ് എങ്ങനെ? അയ്യതൻ്റെ മുജറദ് എങ്ങനെ? അയ്യത എന്ന് പറയുമ്പോൾ പിന്നെ മദീദ് ബി അല്ലേ. അതിൻ്റെ മുജറദ് എങ്ങനെ? ആദ യഈദു ഐദൻ,
ആദയെ ഈദു ഐദൻ. ആദ എന്ന് പറഞ്ഞാൽ ശക്തിയായി അല്ലേ, ഐദ് എന്ന് പറഞ്ഞാൽ ശക്തി. ആദയെ ഈദു ഐദൻ ശക്തി. അയ്യത പറഞ്ഞാൽ ശക്തിപ്പെടുത്തി അല്ലേ. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ. വസ്സമാഅ ബനൈനാഹാ, സമാവിനെ നമ്മൾ ബനൈനാഹാ നമ്മൾ പടുത്തുയർത്തി ബിഐദിൻ ഖുവ്വത്ത് കൊണ്ട്, കൈകളെ കൊണ്ട് എന്നല്ല. അള്ളാഹ്ക്ക് കൈയുണ്ടോ? ഒരുപാട് കൈയുണ്ടോ? അപ്പോൾ സമാഅ ബനൈനാഹാ ബിഐദിൻ എന്ന് പറഞ്ഞാൽ ഖുവ്വത്തിൻ ഉണ്ടോ. ആദയ ഈദു ഐദൻ, ഐദലാണ് അയ്യദ യുഅയ്യിദു തഈദൻ. അപ്പോൾ മുഅയ്യദൻ ബിൽ ഹുജ്ജ, ഹുജ്ജത്ത് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന സംസാരം. സംസാരത്തിനെയും ഞങ്ങൾ ഇബത്തായിട്ട് ചോദിക്കുന്നു. അവിടെ നിന്നോട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം.